നിങ്ങളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രൊമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ഉടൻ അധികാരത്തിൽ എന്ന് പറഞ്ഞ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. രാജാവിന് ഇമ്പോർട്ടൻ്റ് പ്രജകളാണ്, പ്രജകളുടെ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പ്രജകളായ നമ്മൾ എല്ലാ സീസൺസ് കഴിയുമ്പോഴും ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഈ സീസണും അതുപോലെ ആവുമെന്ന് അറിയില്ല. കഴിഞ്ഞ സീസൺ ഭയങ്കരമായ അതായിരിക്കും, ഇതായിരിക്കും, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആ കാർഡില്ല, ഈ കാർഡില്ല എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അവസാനം നമുക്ക് ഒരു കാർഡും ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറി. എങ്ങോട്ടെങ്കിലും നമ്മൾ ഓടിപ്പോയാൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പ്രജകൾ. അപ്പോൾ ഈ സീസണിൽ നമ്മൾ പ്രജകളുടെ അവസ്ഥ എന്താവും എന്നറിയാം. എന്തായാലും രാജഭരണമാണ്, ഡെമോക്രസിയും കൂടെയാണ് ഈ സീസണിലെ ആ ഒരു തീം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊമോ എന്താണെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ അഗ്നി പരീക്ഷ ചെന്നൈയിലൊന്നും അല്ല, ഇത്തവണ നമ്മുടെ കേരളത്തിലാണ് ഷൂട്ട്. അതേപോലെ തന്നെ 3 ജഡ്ജസ് വരുന്നുണ്ട്. 3 ബിഗ് ബോസ് 2 പേര് അതിനകത്ത് ബിഗ് ബോസ് വിന്നേഴ്സൊക്കെയാണ്. പറയാൻ ഇനി ഭയങ്കര പ്രശ്നങ്ങളായ, അതുകൊണ്ട് തന്നെ അതിനകത്ത് 3 ജഡ്ജസ് ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ജഡ്ജസ്, പേടിക്കേണ്ട. എന്തായാലും അതിൻ്റെ ഷൂട്ടും ആരംഭിക്കാൻ പോകുന്നു. എല്ലാം നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രോമോ ജനാധിപത്യം. കൊടുങ്കാട്ടിനകത്ത് ലാലേട്ടൻ ചുരം കയറുകയാണ്. മറ്റേ വണ്ടിയിൽ, പച്ച വണ്ടിയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി പച്ച വണ്ടിയിൽ മീശയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. മറ്റേ മംഗലശ്ശേരി നീലകണ്ഠനെ പോലത്തെ മീശയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു പഴയ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ആ വീടിനെ ഇങ്ങനെ കാലൊക്കെ വെച്ചപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പം ഞാൻ ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ള മനസ്സിൽ, കാര്യം പഴയ സീസണുകളുടെ ആ ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ പക്ഷികളൊക്കെ ആ വീട്ടിനകത്തുനിന്ന് പുറത്തേക്കൊക്കെ പറക്കുന്നു. ലാലേട്ടൻ കാലെടുത്ത് അകത്തേക്ക് വെക്കുന്നു. ലൈറ്റ് ഓൺ ഓഫ് ഒക്കെ വരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ മീശയൊക്കെ വെച്ച് നല്ലൊരു കുട്ടപ്പനായിട്ട് ലാലേട്ടൻ നടക്കുന്നു. വെള്ള ഷർട്ട്, സൈഡിലൊരു എംബ്രോയിഡറി ഇതൊക്കെ വെച്ച് വരുന്നുണ്ട്. അങ്ങനെ പടി കയറുമ്പോൾ ലൈറ്റ് അണയുന്നു ഇടുന്നു. അങ്ങനെ ആ ലൈബ്രറിയിലേക്ക് കടക്കുന്നു. പഴയ വലപിടിച്ച ലൈബ്രറി, ആരും പോയിട്ടില്ല. കുറേ ബുക്കുകളൊക്കെ തപ്പുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പവർ ഓഫ് ഡെമോക്രസി ആയിരിക്കും എടുക്കാൻ പോണം. നല്ല ബുക്ക് എടുത്തത് വേറെ ബുക്ക്. ഡയലോഗ് പറയാൻ വേണ്ടി ലാലേട്ടൻ റെഡിയാവുന്നു. ഒരു കസേരയിൽ പാമ്പൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു. ഇതൊക്കെ കാണിക്കും. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പാവം ലാലേട്ടൻ്റെ അവസ്ഥ, പാവം. എന്തൊക്കെയാണ് വധഭീഷണി, തെറിവിളി ലാലേട്ടന്. സത്യം തുടക്കം പാവം. ആ മനുഷ്യനെ ഞാൻ ഇത്രയും കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. 7 കൊല്ലം ആ മനുഷ്യൻ വന്നിട്ട് പാവം. ഞാനതാണ് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ലാലേട്ടൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ലാലേട്ടൻ അതെ, നീ ലാലേട്ടാടാ ദുഷ്ടാ, നീ അല്ല അവരെ വിന്നറാക്കുമല്ലേ, നീ ഇവരെ വിന്നറാക്കുമല്ലേ, ഇവരെയാണ് നിങ്ങൾ വിന്നറാക്കുമ്പോൾ നീ ദുഷ്ടാ, നീ ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ് ആ മനുഷ്യൻ കേൾക്കേണ്ടി വരുന്നത് എല്ലാ കൊല്ലവും. ഇക്കൊല്ലവും അതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എല്ലാവരും സെറ്റാണ്. അപ്പം ഡയലോഗ്, അപ്പം ഉടനെ തന്നെ കസേര, അപ്പം ഇങ്ങനെ വിഷം ഉള്ള സർപ്പം ഇങ്ങനെ ഇഴഞ്ഞു പോയ കസേര ഇങ്ങനെ കാണിക്കുന്നു. ലാലേട്ടൻ്റെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബുക്ക് എടുത്തു കഴിഞ്ഞു. ആ ബുക്ക് അർത്ഥശാസ്ത്രമാണ്, ചാണക്യൻ്റെ. അപ്പം പ്രജകളുടെ സന്തോഷമാണ് രാജാവിൻ്റെ സന്തോഷം. ഡെമോക്രസിയാണ് തീമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു രാജാവിനെ ഇവർ, ഈ ഹിന്ദിയിൽ ഇതുപോലത്തെ തീം ഉണ്ടായിരുന്നു, രാജാവിനെ ഇവർ സെലക്ട് ചെയ്യും. അതുകൊണ്ട് ആ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ആ രാജാവിനെ സെലക്ട് ചെയ്ത് ഒരു രാജാവ് ഉണ്ടാവും. ബാക്കി എല്ലാവരെയും നോക്കി നടത്തണം. ബാക്കി അവരുടെ റേഷൻ, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് രാജാവാണ്. അങ്ങനെയുള്ള തീം ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ലാലേട്ടൻ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രജകളുടെ സന്തോഷമാണ് രാജാവിൻ്റെ സന്തോഷം, അവരുടെ ക്ഷേമമാണ് രാജാവിൻ്റെ ക്ഷേമം, സ്വന്തം താല്പര്യങ്ങൾക്കല്ല പ്രജകളുടെ താല്പര്യങ്ങൾക്കാണ് രാജാവ് മുൻഗണന നൽകേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അത് രാജാവെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിൻ്റെ തീമിനകത്തുള്ള തീമിനെയാണോ അതോ നമ്മളെയാണോ പ്രജകൾ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞൂടാ. എന്തായാലും കണക്കാണ്. ഓക്കെ, ബട്ട് ഐ ആം നോട്ട് ദ കിങ്, ഐ ആം ദ കിങ് മേക്കർ എന്ന് ലാലേട്ടൻ പറയുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ഗ്ലാസ് എടുത്ത്, അതിനകത്തുനിന്ന് അവർ ഗ്ലാസ് വരുന്നു. അവർ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വെക്കുന്നു. അങ്ങനെ അവർ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ 8 വരുന്നു. ഉടൻ അധികാരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. സന്തോഷം. അങ്ങനെ നമ്മൾ ഈ ഓരോ പ്രൊമോസ് വരും. ഇതാണ് പ്രൊമോ. അപ്പം മിക്കവാറും ഇനി ഇതായിരിക്കും തീം, ജനാധിപത്യം തീമായിരിക്കും. എന്നിട്ട് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ രാജാവിനെതിരെ നിൽക്കണം. രാജാവ് ആ ആഴ്ച സേഫ് ആയിരിക്കും. അങ്ങനെയൊക്കെ ആകാം കേട്ടോ പല കാര്യങ്ങൾ. രാജാവാണ് റേഷൻ വിരിച്ചു കൊടുക്കേണ്ടത്. ഇന്ന ആൾക്ക് ഇന്ന് ചപ്പാത്തി, ഇന്ന് നിങ്ങൾക്ക് ദോശ, ഇന്ന് നിങ്ങൾക്ക് അരി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം.
മറ്റേ ഇങ്ങനൊരു തീം നമ്മുടെ ഹിന്ദിയിലുണ്ടായിരുന്നു. ഇന്ന് ഇത് തന്നെ അഴക്കാം, എന്നും വഴക്കാം. നിങ്ങൾക്ക് ചപ്പാത്തി വേണോ? ചപ്പാത്തി വേണ്ട, അയാൾക്ക് ചപ്പാത്തി ഇല്ല ചപ്പാത്തി വേണ്ട, അങ്ങനെയൊക്കെ. ഇനി അതാണോ എന്നറിയില്ല. അപ്പോഴത്തേക്ക് ജനങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് നമുക്ക് വേണ്ട ഈ രാജാവിനെ എന്നൊക്കെ പറയുന്നു. രാജാവിനെ താഴെ ഇറക്കുന്നു, രാജാവ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു, ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നടന്നത്. ഇവിടെ അങ്ങനെ നടക്കുമോ ഇനി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് പ്രൊമോ. ഇനി അടുത്ത പ്രൊമോക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം നമ്മുടെ ഷൂട്ട്, അഗ്നിപരീക്ഷയുടെ ഷൂട്ട് എന്തായാലും ഈ മാസം അവസാനം, അതായത് നമുക്ക് ഓഗസ്റ്റിൽ നമുക്ക് അഗ്നിപരീക്ഷ കാണാൻ സാധിക്കും. ജഡ്ജസ് വലിയ വീരന്മാരാണ്. ജഡ്ജസ് വീരാരാജ വീര ചോളാരാ. അതെ, എനിക്കെന്താ പറ്റിയത്? അല്ല, ജഡ്ജസ് വലിയ ജഡ്ജസൊക്കെ തന്നെയാണ്. എന്തായാലും 2 വിന്നേഴ്സൊക്കെ ഉണ്ട് ജഡ്ജസിനകത്ത്. ഓക്കെ, നമുക്ക് ഒരു രസം ഉണ്ടാവും ജഡ്ജസൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും വാക്ക് വിനിമയങ്ങളും ഒക്കെ നടത്താൻ സാധിക്കും. അപ്പം ചെന്നൈയിലല്ല, കൊച്ചിയിലാണ് ഷൂട്ട് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അഗ്നിപരീക്ഷയും കാത്തിരിക്കുക. എന്തായാലും ഒരു എടുത്തു കഴിഞ്ഞ് 30 പേര് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൽ ആഡപ്പ് ആവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് അഗ്നിപരീക്ഷ. അഗ്നിപരീക്ഷയായിരിക്കും ഓഗസ്റ്റ് മുഴുവനും. 20 വർഷം തികയാണ് ഇന്ത്യൻ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 6 സീസൺസും ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെപ്റ്റംബർ 6 തീയതി ആയിരിക്കും മിക്കവാറും എല്ലാ ബിഗ് ബോസുകളും വരുന്നത് കേട്ടോ. തമിഴ് ബിഗ് ബോസ് സെപ്റ്റംബർ 6, ഞാൻ മലയാളം ബിഗ് ബോസിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 6 എന്നാണ് പറഞ്ഞത്. അത് തന്നെ ആയിരിക്കും മിക്കവാറും. തമിഴും മലയാളവും ഒരുമിച്ച് എന്തിനാണ് എല്ലാം കൂടെ ഒന്നിച്ച്? എനിക്ക് ഹിന്ദി കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് വിഷമം, എനിക്ക് പേഴ്സണലി വിഷമം. ഇല്ലെങ്കിൽ എനിക്ക് കോളായിരുന്നു. ഞാനിപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് കോളാണ്. ഞാനും മലയാളം കാണുന്നു, ഹിന്ദി കാണുന്നു, അങ്ങനെ. ഞാൻ മലയാളം ഹിന്ദി മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തമിഴ് കാണാൻ നിൽക്കില്ല, കാര്യം എല്ലാം കൂടെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിപ്പോൾ റിവ്യൂ പറയുന്നതുകൊണ്ട് ഹിന്ദി കാണാൻ പറ്റൂല. ഹിന്ദി ഇപ്രാവശ്യം വ്യത്യസ്തമായ രീതിയിലൊക്കെയാണെന്ന് പറയുന്നു. പഴയ കളിക്കാരെ, പഴയ വിന്നേഴ്സിനെ ഉൾപ്പെടെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയാം. എന്തായിരുന്നാലും അതവിടെ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിഗ് ബോസ് 20 സീസൺ 20. പാവ സൽമാൻ. ഇപ്പം സൽമാൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടോ? പക്ഷേ അതൊക്കെ മാറി കുട്ടപ്പനായിട്ട് വരും, നോക്കിക്കോ നിങ്ങൾ. എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കുക. പുതിയ ബിഗ് ബോസ്, പുതിയൊരു വെർഷൻ വരുന്നു. ബിഗ് ബോസ് ബംഗ്ല. അത് നമ്മുടെ സൗരവ് ഗാംഗുലി, പറയണത് മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ഷമിക്കണം. സൗരവ് ഗാംഗുലിയാണ് അതിലെ ഹോസ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരെ ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ടൈഗർ എങ്ങനെ ഹോസ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ വലിയ ഹോസ്റ്റുകൾ, നമുക്ക് ജഡ്ജസ്, വലിയ ജഡ്ജസ് നമുക്ക് അഗ്നിപരീക്ഷയ്ക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക്. ഞാൻ വലിയതായിട്ടൊന്നും പറയില്ല കേട്ടോ. ഞാൻ നിർത്തി. നിങ്ങൾക്ക് ഒരു ഹോപ്പും ഞാൻ തരൂല. രാജാവ്, കിങ്, അധികാരം, ഇതൊക്കെ കേൾക്കും. അതൊക്കെ സൈഡിൽ കൂടി അതൊക്കെ നടക്കട്ടെ. അതൊക്കെ നമുക്ക് സീസൺ തുടങ്ങി 1 മാസം കഴിഞ്ഞ് ഞാൻ പറയും എങ്ങനെയുണ്ടെന്നല്ലേ. അത് തന്നെ ഞാനും. അത് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അതിന് മുന്നേ തന്നെ സൂപ്പർ എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് മതിയായി. ആ പറച്ചിലൊക്കെ ഞാൻ നിർത്തി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം അപ്പം എങ്ങനെ ഉണ്ടെന്ന്. കഴിഞ്ഞ വർഷത്തോടു കൂടി സത്യമായിട്ടും കിങ് മേക്കറും കിങ്ങും നമ്മൾ അവസാനം എല്ലാം കഴിഞ്ഞ അവസാനം നമ്മൾ ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇതും കാത്തിരുന്ന് നമുക്ക് കാണാം എന്താകും എന്നുള്ളത്. തുടക്കം ഇങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രൊഡിക്ഷൻ ലിസ്റ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.